Hi all, welcome to Competitive Cracker. ഞാൻ ശരണ്യ. അപ്പോൾ നമുക്കറിയാം നമ്മുടെ എക്സാമിൻ്റെ ഡേറ്റ് അടുത്ത് വരാറായി അല്ലേ? ഏത് എക്സാം? നമ്മുടെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് LD ക്ലർക്ക് എക്സാമിൻ്റെ ഡേറ്റ് എന്നാണ്? ജൂലൈ 13 അല്ലേ? ഇനി ചുരുങ്ങിയ ദിവസമാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ ഇനിയുള്ള ഡേയ്സ് നമ്മൾ ചെയ്യേണ്ട കാര്യം പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ പരിചയപ്പെടുക, പ്രീവിയസ് ഇയറിൽ എങ്ങനെയാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതൊക്കെയാണ് ഇനി നിങ്ങൾ അങ്ങോട്ട് ചെയ്യേണ്ടത് അല്ലേ? കൂടുതലായിട്ടും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇനിയുള്ള ദിവസം നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ കണക്റ്റഡ് ഫാക്ട്സും ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ചോദ്യം എന്താണ്? വേട്ടേക്കുരുമകൻ കോവിലുകളിലെ പ്രധാന വഴിപാട് എന്താണ്? ഒന്നാമത്തെ ചോദ്യം. ഓക്കെ, അപ്പോൾ ഇവിടെ മൃത്യുഞ്ജയോമം തന്നിട്ടുണ്ട്, തിലകോമം, നാളികേരം ഉടയ്ക്കൽ, മുട്ടറുക്കൽ. ഓക്കെ, അപ്പോൾ ഇത് ക്ഷേത്രങ്ങളിലെ പ്രധാന വഴിപാടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, ഒരു എക്സാമിന് വേട്ടേക്കുരുമൻ ക്ഷേത്രങ്ങളിലാണെങ്കിൽ അടുത്തൊരു എക്സാമിന് എന്ത് ചെയ്യാം? മറ്റു കാര്യങ്ങൾ ചോദിക്കാം അല്ലേ? അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ഓരോ ക്ഷേത്രങ്ങളിലെയും പ്രധാന വഴിപാട് എന്താണ്, ഓരോ ദേവന്മാർക്കും പ്രധാനപ്പെട്ട വഴിപാട് എന്താണ് എന്നതാണ് നമ്മളിവിടെ പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏതാണ്? നാളികേരം മുടക്കലാണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്, നാളികേരം മുടക്കലാണ് നമ്മളെ വേട്ടേക്കുരുമകൻ കോവിലുകളിലെ പ്രധാന വഴിപാട്. ഓക്കെ, നമ്മൾ ഈ വേട്ടേക്കരൻ്റെ ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ കേൾക്കുന്നതാണ് ഏത്? തേങ്ങയേറും പാട്ടല്ലേ? 1008 തേങ്ങ, 10008 തേങ്ങയൊക്കെ ഉടക്കലും അല്ലെ? നാളികേരം ഉടക്കിയും അതുപോലെ തന്നെ പാട്ടും ഒക്കെ നമ്മൾ ഏത് ക്ഷേത്രങ്ങളിൽ കേൾക്കാറുണ്ട്? വേട്ടേക്കുരുമകൻ ക്ഷേത്രങ്ങളിൽ കേൾക്കാറുണ്ട് അല്ലേ? അപ്പോൾ അവിടെ നാളികേരം ഉടക്കലാണ് പ്രധാന വഴിപാട്. 1008 തേങ്ങ ഉടക്കുന്നത് കാണാം, 10008 തേങ്ങ ഉടക്കുന്നത് കാണാം, അതോടൊപ്പം തന്നെ പാട്ടും അല്ലെ? കളമെഴുത്ത് പാട്ടും ഒക്കെ കാണാറുണ്ട്. അപ്പം അതൊക്കെയാണ് വേട്ടേക്കുരുമകൻ ക്ഷേത്രങ്ങളിലെ പ്രധാന വഴിപാടെന്ന് പറയുന്നത്. ഇനി മൃത്യുഞ്ജയോമം പ്രധാന വഴിപാടായിട്ട് നടത്തുന്ന ക്ഷേത്രം, ആര് പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലാണ് നമ്മൾ സാധാരണ മൃത്യുഞ്ജയോമം നടത്താറുള്ളത്? ശിവക്ഷേത്രങ്ങളിലാണ് അല്ലെ? ശിവന്റെ പ്രധാനപ്പെട്ട വഴിപാടാണ്, ശിവക്ഷേത്രങ്ങളിലെ പ്രധാനപ്പെട്ട വഴിപാടാണ് ഇത് മൃത്യുഞ്ജയോമം എന്ന് പറയുന്നത്. ഓക്കെ, തിലകോമം നമ്മൾ നടത്താറുള്ളത് ഏതാണ്? ഈ പിത് തർപ്പണമൊക്കെ നടത്തുന്ന അമ്പലങ്ങളിൽ അല്ലെ? പ്രധാനമായിട്ടും നടത്തുന്ന വഴിപാടാണ് ഇത് ഈ തിലകോമം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മുട്ടറക്കലിന് പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്? കാടാമ്പുഴ കേട്ടിട്ടുണ്ട് അല്ലെ? കാടാമ്പുഴ മുട്ടറക്കൽ പ്രധാന വഴിപാടാണ്. അപ്പോൾ ഭഗവതി ക്ഷേത്രങ്ങളിൽ നടത്തുന്ന വഴിപാടാണ് ഏത്? ഈ മുട്ടറക്കൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം വേട്ടേക്കുരുമകൻ ക്ഷേത്രങ്ങളിലെ പ്രധാന വഴിപാട് എന്താണ്? നാളികേരം മുടക്കലാണ്. അപ്പൊ തേങ്ങയേറും പാട്ടെന്നൊക്കെ കേട്ടിട്ടുണ്ടാവും, അതെന്ത് ചെയ്യുക? ഓർത്തെടുക്കുക. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് എന്താണ്? ഇതറിയാത്ത ആരും ഉണ്ടായിരിക്കില്ല അല്ലെ? അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് എന്താണ്? ഓപ്ഷൻ എ ചതുശതം, ഓപ്ഷൻ എ തിരുമധുരം, ഓപ്ഷൻ സി പഞ്ചാമൃതം, ഓപ്ഷൻ ഡി പാൽപായസം. ഓക്കെ, അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, പാൽപായസമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രീവിയസ് ഇയർ ചോദ്യത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ പ്രധാന വഴിപാടുകൾ, ക്ഷേത്രങ്ങളിലെ പ്രധാന വഴിപാടുകൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അപ്പോൾ അമ്പലപ്പുഴ ക്ഷേത്രങ്ങളിലെ ഏതാണ്? പാൽപായസമാണ്. ഓക്കെ, പഞ്ചാമൃതം, നമ്മൾ സാധാരണ പഞ്ചാമൃതം പ്രധാന വഴിപാട് എവിടെയാണ്? നമ്മൾ പഴനിയിലൊക്കെയാണ് അല്ലെ പഞ്ചാമൃതം കിട്ടുന്നത്. അതായത് മുരുക ക്ഷേത്രങ്ങളിലാണ് ഏത്? പഞ്ചാമൃതം പ്രധാന വഴിപാടായിട്ട് നടത്താറുള്ളത്. ഓക്കെ, അടുത്തത് കുത്തിയോട്ടം എന്ന അനുഷ്ഠാനത്തിന് പ്രാധാന്യമുള്ള ആലപ്പുഴ ജില്ലയിലെ ക്ഷേത്രം ഏത്? കുത്തിയോട്ടം എന്ന അനുഷ്ഠാനത്തിന് പ്രാധാന്യമുള്ള ആലപ്പുഴ ജില്ലയിലെ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആലപ്പുഴയിലെ എന്ന് ചോദിച്ചതുകൊണ്ട് നമുക്ക് ഓപ്ഷനിൽ ആൻസർ നോക്കാം. ചെട്ടിക്കുളങ്ങര, നങ്ങ്യാർകുളങ്ങര, പടനായർകുളങ്ങര, കരിയിലക്കുളങ്ങര. ഇതിൽ എവിടെയാണ് കുത്തിയോട്ടം എന്ന അനുഷ്ഠാനത്തിന് പ്രാധാന്യമുള്ള ആലപ്പുഴ ജില്ലയിലെ ക്ഷേത്രം എന്ന് പറയുന്നത്? എവിടെയാണ്? ഓപ്ഷൻ എ ആണ്, ചെട്ടിക്കുളങ്ങരയാണ്. ഓക്കെ, ആലപ്പുഴ ജില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഏതാണ്? ഓപ്ഷൻ എ ചെട്ടിക്കുളങ്ങര എന്ന് പറയാം. ഓക്കെ, അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലെ ആറ്റുകാൽ അമ്പലത്തിലും എന്ത് നടത്താറുണ്ട്? കുത്തിയോട്ടം നടത്താറുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ആലപ്പുഴ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷനിൽ എ ചെട്ടിക്കുളങ്ങര എന്ന് കൊടുക്കാം. അടുത്തത് മാഘമാസത്തിൽ വരും കൃഷ്ണയാം ചതുർദശി, ഇത് ഏത് പുണ്യദിനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓക്കെ, ഒരു ഡേയുമായിട്ട് അല്ലെങ്കിൽ ഒരു പുണ്യദിനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോട്ടാണ് കൊടുത്തിരിക്കുന്നത്. മാഘമാസത്തിൽ വരും കൃഷ്ണയാം ചതുർദശി, അത് ഏത് പുണ്യദിനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ നവരാത്രി, ഓപ്ഷൻ ബി ശ്രീകൃഷ്ണ ജയന്തി, ഓപ്ഷൻ സി വിഷു, ഓപ്ഷൻ ഡി ശിവരാത്രി. ഇതിൽ ഏതുമായിട്ട് ബന്ധപ്പെട്ട കോട്ടാണ്? മാഘമാസത്തിൽ വരും കൃഷ്ണയാം ചതുർദശി, അത് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ഡി ആണ്, ശിവരാത്രിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ശിവരാത്രി നമ്മൾ അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ മാഘമാസം കഴിഞ്ഞ് ഫൽഗുനമാസം തുടങ്ങുന്നതിന് മുൻപ്, നമുക്കറിയാം സംസ്കൃതത്തിലെ മാസങ്ങൾ, മാഘമാസം കഴിഞ്ഞ് ഫൽഗുനമാസം തുടങ്ങുന്നതിന് മുൻപ് വരുന്ന കറുത്തപക്ഷ ചതുർദശി ദിവസമാണ് എന്ത് ചെയ്യുന്നത്? ശിവരാത്രി വ്രതം എടുക്കേണ്ടത്.
ഓക്കെ, ഈ വ്രതം എന്തിനു വേണ്ടിയിട്ടാ? ഇഹലോകത്ത് സർവ്വ സൗഭാഗ്യങ്ങളും നൽകുന്നു, കൂടാതെ ദുരിതങ്ങളിൽ നിന്നുള്ള മോചനവും നൽകുന്നു എന്ന് പുരാണങ്ങളിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു കോട്ട അങ്ങനെ വന്നിരിക്കുന്നത്. മാഘമാസം കഴിഞ്ഞ് ഫാൽഗുണ മാസം തുടങ്ങുന്നതിന് മുമ്പ് വരുന്ന കറുത്ത പക്ഷത്തിലെ ചതുർദശി ദിവസമാണ് എന്ത്? ശിവരാത്രി ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പൊ ഈ കോട്ട ഒന്നും കൂടി നോക്കുക. മാഘമാസത്തിൽ വരും കൃഷ്ണയാം ചതുർദശി അല്ലെ, മാഘമാസം കഴിഞ്ഞ് ഫാൽഗുന മാസം തുടങ്ങുന്നതിന് മുമ്പ്. ഓക്കെ, ചതുർദശി, അതായത് ചതുർദശി ദിനത്തിൽ എന്താണ്? കറുത്തപക്ഷ ചതുർദശി ദിവസമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ശിവരാത്രി ആഘോഷിക്കുന്നത്. അപ്പൊ ഈ ഒരു കോട്ട് ഏത് പുണ്യദിനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശിവരാത്രിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കോട്ടാണ്. ഓപ്ഷൻ ഡി ആണ്. അടുത്തത്, ദേവദത്തം എന്ന ശംഖ് ആരുടേതാണ്? ഓക്കെ, ദേവദത്തം ശംഖിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ദേവദത്തം എന്ന ശംഖ് ആരുടേതാണ്? കൃഷ്ണൻ, ഭീമൻ, അർജുനൻ, കർണൻ. ഇതിൽ ആരുടെ ശംഖാണ് ദേവദത്തം എന്ന പേരിൽ അറിയപ്പെടുന്നത്? ആരുടെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഓപ്ഷൻ സി ആണ്. അർജുനന്റെ ശംഖാണ് ഇത് ദേവദത്തം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് ശംഖുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ശംഖുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇതല്ലാതെ മറ്റു രീതിയിലും പല രീതിയിലും ചോദ്യങ്ങൾ ശംഖ് എന്ന് പറഞ്ഞ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. എക്സാമിന് മുമ്പായിട്ട് ഈ ശംഖ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് പഠിക്കുക. ഓക്കെ, ശംഖ് ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് നാദസ്വരൂപമായി ഉപയോഗിക്കുന്നത്? എപ്പോഴൊക്കെയാണ് നമ്മൾ സാധാരണ ശംഖ് ഉപയോഗിക്കുന്നത്? എപ്പോഴൊക്കെയാണ്? ക്ഷേത്ര ആചാരങ്ങൾ അല്ലെ. ഇപ്പോൾ പൂജ തുടങ്ങുന്നതിന് മുമ്പ്, രാവിലെ നട തുറക്കുന്ന സമയത്തൊക്കെ നമ്മൾ ശംഖ് ഊതിയിട്ടാണ് തുടങ്ങുന്നത് അല്ലേ. വൈകുന്നേരം ദീപാരാധനയ്ക്ക് മുമ്പ് ശംഖ് ഊതാറുണ്ട്. അതേപോലെ തന്നെ സംഗീത സദസ്സ്, യുദ്ധരംഗം, യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പും ശംഖ് ഊതിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? യുദ്ധം ആരംഭിച്ചിരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സമയത്തൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കും? നാദസ്വരൂപമായിട്ട് ശംഖ് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഏത് ദേവിയുടെ കയ്യിലാണ് ശംഖ് ആയുധമായി മാറുന്നത്? ഓക്കെ, ശംഖ് സാധാരണ നമ്മൾ എന്താണ്? നാദസ്വരൂപമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഏത് ദേവിയുടെ കയ്യിൽ എത്തുമ്പോഴാണ് ശംഖ് ഒരു ആയുധമായിട്ട് മാറുന്നത് എന്നാണ് ചോദ്യം. ദുർഗാദേവിയുടെ കയ്യിലാണ് എന്ത് ചെയ്യുന്നത്? ശംഖ് ആയുധമായിട്ട് മാറുന്നത്. ഇനി ശംഖനാദം മുഴങ്ങാത്ത ക്ഷേത്രം. ശംഖനാദം മുഴങ്ങാത്ത ക്ഷേത്രം, മുഴക്കാത്ത ക്ഷേത്രം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രമാണ്. കൊട്ടിയൂർ ഇമ്പോർട്ടൻ്റ് ആണ്. കൊട്ടിയൂരായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് വരാറുണ്ട്. ഏത് നദിക്കരയിലാണെന്നുള്ളതും ഏത് ജലാശയത്തിന് നടുവിലാണുള്ളതും അങ്ങനെ പല രീതിയിലും ചോദ്യങ്ങൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം കൊട്ടിയൂർ ഉത്സവം നടക്കുന്നത് കൊണ്ട് എന്താണ്? കൊട്ടിയൂരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക കേട്ടോ. കൊട്ടിയൂർ അമ്പലമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. അപ്പൊ ശംഖനാദം മുഴക്കാത്ത ക്ഷേത്രം ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രമാണ്. അടുത്തത്, ശംഖുതീർത്ഥം സേവിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ഗുണം. നമുക്കറിയാം, നമ്മൾ അമ്പലത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് തീർത്ഥം തരുന്നത് ശംഖിലൂടെയാണ് അല്ലെ. അപ്പൊ ശംഖിലൂടെയുള്ള തീർത്ഥം എന്താണ്? സേവിക്കുന്നതിനുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചത് രക്തശുദ്ധിയാണ്. ഓക്കെ, രക്തശുദ്ധിയാണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത്, മഹാവിഷ്ണുവിന്റെ ശംഖിന്റെ പേര്. നമുക്കിനി കുറച്ച് ദേവന്മാരുടെയും അവരുടെ ശംഖിന്റെ പേരുകളൊന്നും നോക്കാം. നമ്മളിപ്പോൾ പഠിച്ചത് അർജുനന്റെ ശംഖായിരുന്നു അല്ലെ. ദേവദത്തം എന്ന ശംഖ് ആരുടേതാണ്? അർജുനന്റെയാണ്. ഓക്കെ, അപ്പൊ മഹാവിഷ്ണുവിന്റെ ശംഖിന്റെ പേരാണ് പാഞ്ചജന്യം. ഓക്കെ, മഹാവിഷ്ണുവിന്റെ ശംഖിന്റെ പേരെന്താണ്? പാഞ്ചജന്യം. എന്താണ്? യുധിഷ്ഠിരൻ, നമുക്കറിയാം പഞ്ചപാണ്ഡവരിൽ ഒരാണ് ആര്? നമ്മുടെ അർജുനൻ എന്ന് പറയുന്നത് അല്ലെ. അതുപോലെ യുധിഷ്ഠിരൻ ഉണ്ട്, ഭീമനുണ്ട്, നകുലനുണ്ട്, സഹദേവനുണ്ട്. ഇത്രയും ആളുകള് ശംഖിന്റെ പേരും കൂടെ തന്നിട്ടുണ്ട്. കഴിഞ്ഞൊരു എക്സാമിന് അർജുനൻ ആയിരുന്നെങ്കിൽ ഇനി എന്ത് ചെയ്യാം? അടുത്ത എക്സാമിന് മറ്റാരെയും ചോദിക്കാം അല്ലേ. അപ്പോൾ ഓർത്ത് വെക്കുക, അർജുനന്റെ ശംഖിന്റെ പേര് ദേവദത്തം എന്നായിരുന്നു. മഹാവിഷ്ണുവിന്റെ ശംഖിന്റെ പേരാണ് പാഞ്ചജന്യം. ഇനി യുധിഷ്ഠിരന്റെ ശംഖിന്റെ പേരാണ് അനന്തവിജയം. ഓക്കെ, എന്താണ്? യുധിഷ്ഠിരന്റെ ശംഖിന്റെ പേരെന്താണ്? അനന്തവിജയം എന്നാണ്. അടുത്തത് ഭീമന്റെ ശംഖിന്റെ പേരാണ് പ്രൗഢം. ഓക്കെ, പൗഢ്രം എന്നറിയപ്പെടുന്നതാണ് ആര്? ഭീമന്റെ ശംഖിന്റെ പേരെന്നറിയപ്പെടുന്നത്. അർജുനന്റെ ശംഖ് നമ്മൾ പറഞ്ഞു ദേവദത്തമാണ്. അടുത്തത്, നകുലന്റെ ശംഖിന്റെ പേര് സുഘോഷം. എന്താണ്? നകുലന്റെ ശംഖിന്റെ പേരാണ് സുഘോഷം. സഹദേവന്റെ ശംഖിന്റെ പേരാണ് മണിപുഷ്പകം. ഓക്കെ, സഹദേവന്റെ ശംഖിന്റെ പേര് മണിപുഷ്പം. അപ്പോൾ ഓർത്ത് വെക്കുക, നമ്മുടെ പഞ്ചപാണ്ഡവരിൽ 5 പേരുടെയും തന്നിട്ടുണ്ട്. അതിൽ യുധിഷ്ഠിരന്റെ ആണ് ഇത് അനന്തവിജയം, ഭീമന്റെ പൗഢ്രം, അർജുനന്റെ ദേവദത്തം, നകുലന്റെ സുഘോഷം, ലാസ്റ്റ് സഹദേവന്റെ മണിപുഷ്പകം. അതുകൂടാതെ നമ്മൾ മഹാവിഷ്ണുവിന്റെ ശംഖിന്റെ പേരും കൂടെ പഠിച്ചു. ഏതാണ്? പാഞ്ചജന്യമാണ്. ഓക്കെ, പാഞ്ചജന്യമാണ്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ കണക്റ്റഡ് ഫാക്ട്സും. അപ്പം നമ്മൾ എടുത്തിരിക്കുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കണം, പഠിക്കാൻ ശ്രമിക്കണം. ചോദ്യം വരുന്ന ഏരിയാസ് ആണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതേ രീതിയിൽ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. അപ്പം നമുക്കറിയാം, വളരെ ചുരുങ്ങിയ ദിവസമാണ് നമ്മുടെ ഒരു എക്സാമിനുള്ളത് അല്ലേ. നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്ത സമയത്ത് നമുക്കൊരു 40 days ആയിരുന്നു നമ്മുടെ മുന്നിലുണ്ടായിരുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഇനി പഠിക്കാൻ നിങ്ങളുടെ മുന്നിൽ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ജൂലൈ 13-ാം തീയതി എക്സാം നടക്കാൻ പോവാണ്. അപ്പോൾ
പഠിച്ച് കഴിയാത്ത ആളുകൾ അല്ലെങ്കിൽ ലാസ്റ്റ് റൗണ്ട് റിവിഷൻ വേണമെന്നുള്ള ആളുകൾക്ക് നമുക്കിവിടെ കോച്ചിങ് അവൈലബിൾ ആണ്. കോച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെൻറ്റർഷിപ്പോട് കൂടി ലൈവ് ക്ലാസ്സോട് കൂടി ഈ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടെ ലൈവ് ക്ലാസ്സോട് കൂടിയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാം. നമുക്കറിയാം നമ്മുടെ മുന്നിൽ ഏതാണ് LD ക്ലർക്ക് എക്സാം മാത്രമല്ല അല്ലേ, അത് കഴിഞ്ഞിട്ടില്ലേ റൂം ബോയ്ഡ് എക്സാം ആയാലും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിലും എന്താണ് ഈ സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് പഠിച്ചു പോകാൻ എന്ത് ചെയ്യണം, നമ്മുടെ മുന്നിൽ ഇനി സമയം അല്ലെ LD ക്ലർക്ക് വെച്ചാൽ ബാക്കിയുള്ള കാര്യത്തിൽ നമ്മുടെ മുന്നിൽ സമയം നമ്മൾ കണ്ടെത്തി കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം. അപ്പം നമ്മുടെ കോഴ്സ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാം നമ്മുടെ ബോർഡ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. കൃത്യമായിട്ട് എല്ലാവരും എന്ത് ചെയ്യുക, സിലബസ് അനുസരിച്ച് സിലബസിലുള്ള കാര്യങ്ങൾ കവർ ചെയ്യുന്ന രീതിയിൽ കൃത്യമായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ അല്ലേ നമ്മൾ നോർമലി LD ക്ലർക്കിൻ്റെ അതായത് ജനറൽ PSCയിൽ നടത്തുന്ന LD ക്ലർക്കിൻ്റെ അത്രയും ടഫായിട്ട് ചോദ്യങ്ങൾ വരാറില്ല. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം, സിലബസ് ബേസ് ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ നിങ്ങൾ എക്സാമിന് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്